അമേഠിക്ക് പകരം രാഹുൽ ഗാന്ധിയെ റായ്ബറേലിയിൽ മത്സരിപ്പിക്കാനുള്ള തീരുമാനം വിശദീകരിക്കാൻ കോൺഗ്രസ് പ്രയാസപ്പെടുകയാണ്. ഹിന്ദി ഹൃദയഭൂമിയിലെ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം ഗുണം ചെയ്യുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. എന്നാൽ കഴിഞ്ഞ 5 വർഷമായി യുപിയിൽ കാര്യമായ ശ്രദ്ധ പതിപ്പിക്കാത്ത രാഹുലിന് ഉത്തർപ്രദേശിൽ എത്രത്തോളം ചലനമുണ്ടാക്കാൻ കഴിയുമെന്ന് കണ്ടറിയണം. ഓരോ മണ്ഡലങ്ങളെയും രാഹുൽ ഉപയോഗിച്ച് വലിച്ചെറിയുന്നുവെന്ന BJP പ്രചാരണവും കോൺഗ്രസിന് തലവേദനയാകും. ഇന്ദിരയുടെയും സോണിയയുടെയും സ്വന്തം മണ്ഡലം റായ്ബറേലിയിലേക്കുള്ള രാഹുലിന്റെ രംഗപ്രവേശനത്തിന് കാരണം ഈ വൈകാരികതയെന്ന് വാദിക്കുമ്പോഴും ജയസാധ്യതയെന്ന പ്രായോഗികത മാത്രമായിരുന്നു കോൺഗ്രസിനെ നയിച്ചത്. മണ്ഡലത്തിലെ 5-ൽ 4 നിയമസഭാ സീറ്റുകളും സമാജ്വാദി പാർട്ടിക്കൊപ്പമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ BJP തരംഗത്തിനിടയിലും SP നേടിയ ഈ മേൽക്കൈ സ്ഥാനാർത്ഥി നിർണയത്തെ സ്വാധീനിച്ചു. എന്നാൽ രാഹുലിന്റെ ജയസാധ്യതയേക്കാൾ കോൺഗ്രസ് നേതാവ് അമേഠി വിട്ടതിനെ പ്രതിരോധിക്കാനാകാത്തതാണ് പാർട്ടി ഇപ്പോൾ നേരിടുന്ന പ്രശ്നം. കൈവിട്ട സീറ്റ് പിടിച്ചെടുക്കുന്നതിനു പകരം കയ്യിലുള്ള സീറ്റ് നിലനിർത്തുന്നതാണോ BJP വിരുദ്ധ പോരാട്ടമെന്ന ചോദ്യം പ്രധാനമന്ത്രി തന്നെ പരോക്ഷമായി ഉന്നയിക്കുന്നു. मैंने पहले ही बता दिया था कि शाहजादे वायनाड में हारने वाले हैं और हार के डर से जैसे ही वायनाड में मतदान समाप्त होगा वो दूसरी सीट खोजने लग जाएंगे. उनके सारे चेले चपाटे कह रहे थे अमेठी आएंगे, लेकिन अमेठी से भी इतने डर गए वहां से भागकर अब रायबरेली में खोज रहे हैं रास्ता. मैं भी आज उन्हें कहता हूं और बड़े जी भर के कहता हूं, अरे डरो मत, भागो मत. അമേഠിയിൽ നിന്ന് തോറ്റോടി വയനാട്ടിലേക്ക് പോയി. അവിടെ നിന്ന് ഇപ്പോൾ റായ്ബറേലിയിലേക്കും. രാഹുലിനെതിരായ വ്യക്തികേന്ദ്രീകൃതമായ ഈ വിമർശനത്തിന്റെ മൂർച്ച BJP കൂട്ടുമെന്നും ഉറപ്പാണ്. ഗുജറാത്തുകാരനായ മോദി വാരണാസിയിൽ മത്സരിക്കുന്നത് പറഞ്ഞാണ് ഇതിന് കോൺഗ്രസിന്റെ പ്രതിരോധം. അതേസമയം സ്ഥാനാർത്ഥിയായി നിയോഗിക്കപ്പെട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും പുതിയ ദൗത്യത്തെക്കുറിച്ചും വിമർശനങ്ങളോടും പ്രതികരിക്കാൻ രാഹുൽ ഇതുവരെ തയ്യാറായിട്ടില്ല. 2 ഘട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായ ശേഷമാണ് രാഹുൽ ഉത്തരേന്ത്യയിൽ മത്സരിക്കുന്നത്. എങ്കിലും ഇത് ഉത്തർപ്രദേശിലെങ്കിലും ചലനങ്ങളുണ്ടാക്കുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. റിപ്പോർട്ടർ, ദില്ലി.